സോളാർ കേസിൽ മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടു. ബെന്നി ബെഹനാനിലൂടെ തമ്പാനൂർ രവിയിലൂടെ വിരൽ ചൂണ്ടുന്നത് വളരെ നേരിട്ട് മുഖ്യമന്ത്രിയിലേക്കാകുമ്പോൾ ആദർശത്തിന്റെ പരിവേഷം കെ എം മാണിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് ഉടനടി പ്രസ്താവന പുറത്തുവിട്ട വി എം സുധീരൻ എവിടെ എന്ന ചോദ്യം പ്രസക്തമാകുന്നു. ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിൽ കോൺഗ്രസിൽ വി എം സുധീരനും എ കെ ആന്റണിക്കും എത്രമാത്രം ഇനി ശക്തി തെളിയിച്ച് മുന്നോട്ട് വരാൻ കഴിയും? ഭാസുരേന്ദ്ര ബാബുവിലേക്ക്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് കോൺഗ്രസിന്റെ കാലഘട്ടങ്ങളിൽ എപ്പോഴും നാം കണ്ടിട്ടുള്ളതാണ്. ആ ഓൾട്ടർനേറ്റീവ് എന്നും കേരളത്തിൽ ഒരു എ കെ ആന്റണി ആയിരുന്നു. ഇപ്പോൾ നാം പ്രതീക്ഷയോടെ ഒരു വി എം സുധീരനെയും കാണുന്നു. എന്റെ ചോദ്യം, ആ ഓൾട്ടർനേറ്റീവ് കോൺഗ്രസുകാരുടെ അകത്ത് തന്നെ പ്രതീക്ഷയാകുമ്പോൾ അടുത്തയിടെ വന്നിട്ടുള്ള എല്ലാ തെളിവുകളും സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെ കോൺഗ്രസിന്റെ ഫണ്ട് റൈസിംഗ് അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. അവിടെയാണ് ഈ തെളിവുകൾ എത്രമാത്രം കണക്ട് ചെയ്യുന്നത്. ആരാണ് ബെന്നി ബെഹനാൻ? എപ്പോഴും പറയും, ഐ ഗ്രൂപ്പുകാർ തന്നെ പറയുന്നു, എ ഗ്രൂപ്പിന്റെ ഫണ്ട് റൈസിംഗ് ലെജൻഡ്. അത് കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നത് എവിടെ? വിശ്വസ്തതയ്ക്ക് വേണ്ടി തമ്പാനൂർ രവി, ആന്റണിയുടെ മറ്റൊരു മുഖം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഫണ്ട് റൈസർക്ക് വേണ്ടി ഫണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളക്ട് ചെയ്യുന്ന ബെന്നി ബെഹനാൻ, വിശ്വാസ്യത വരാൻ വേണ്ടി എ കെ ആന്റണിയുടെ മാനസപുത്രൻ എന്ന് പറയുന്ന തമ്പാനൂർ രവി, വീതം വയ്പിന്റെ ഈ കളക്ഷന്റെയും ഡിസ്ട്രിബ്യൂഷന്റെയും ഏജന്റുമാർ ഏറ്റവും വലിയ കള്ളന്മാരാണെന്ന് സരിത പറയുന്നു. അതോടൊപ്പം തന്നെ ബിജു രമേശ് മറ്റു തലങ്ങളിലും പേര് പറഞ്ഞ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇതിനോടൊക്കെ ആർജവത്തോടെ പ്രതികരിക്കാൻ കഴിയാത്ത ഈ നേതാക്കൾ ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പായി കോൺഗ്രസിലേക്ക് വന്നാൽ കേരള ജനതയ്ക്ക് അത് എത്രമാത്രം ഭൂഷണമായിരിക്കും? അല്ല, അഴിമതി കഥകൾ നേരിടുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി ആദ്യ മുഖ്യമന്ത്രിയൊന്നുമല്ലല്ലോ ഉമ്മൻചാണ്ടി. പക്ഷേ ഹീനമായ അഴിമതി കഥകൾ, ഇപ്പം സരിതയെ പോലെ ആൾ, ബിജു രാധാകൃഷ്ണനെ പോലെ ആൾ, ബിജു രമേശിനെ പോലെയുള്ള ആളുകൾ വളരെ ഹീനമായ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഒന്ന് നേരിട്ടിടപെടും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത അഴിമതി കഥയിലെ പ്രധാനപ്പെട്ട ഒരു കുറ്റവാളിയായി രംഗത്ത് വരുന്ന അവസ്ഥ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ അവരോധിച്ച അന്വേഷണ കമ്മീഷനാൽ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു. അപ്പോൾ അത് വരുമ്പോൾ നാം പരിശോധിക്കേണ്ടത് ഉമ്മൻചാണ്ടി നിർവഹിച്ച ഒരു അദ്ദേഹത്തിൻ്റേതായ ഒരു സംഭാവന എന്ന് പറയാവുന്നത് നമുക്കൊക്കെ മുമ്പ് അറിയാവുന്നത് മാതിരി, അല്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്കൊക്കെ ആഗ്രഹിച്ചത് മാതിരിയോ ചിന്തിച്ചിരുന്നത് മാതിരിയോ ഇപ്പം എ കെ ആന്റണി, അതുപോലെ വി എം സുധീരൻ തുടങ്ങിയ ആദർശ ധീരന്മാരുടെ പട്ടികയിലാണ്, ആ നിലയ്ക്ക് നിലപാടെടുക്കുന്നവരുടെ പട്ടികയിലാണ് വലിയൊരു കാലത്തോളം കുഞ്ഞുഞ്ഞെന്ന് വിശേഷപ്പേരുള്ള ഉമ്മൻചാണ്ടിയും പെട്ടിരുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്ന ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരുപക്ഷെ എ കെ ആന്റണിയുടെ ശിഷ്യൻ എന്ന നിലയ്ക്ക് ഒരു പരിഗണനയും അദ്ദേഹത്തിന് ഈ ആദർശ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ലഭിച്ചിരുന്നു. വളരെ പെട്ടെന്നാണ് ഉമ്മൻചാണ്ടി താൻ അങ്ങനെയല്ല എന്നും ഒരു കാലത്തും അങ്ങനെ ആയിരുന്നില്ല എന്നും ഒക്കെ തെളിയിച്ച ഒരവസ്ഥ മലയാളികളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതുവഴി ആദർശ രാഷ്ട്രീയത്തിൻ്റെ കോൺഗ്രസ് പാരമ്പര്യം തന്നെ അസ്തമിക്കുന്നു. അതുകൊണ്ട് എത്ര കെട്ടി എഴുന്നള്ളിച്ചാലും, ഇപ്പം ശ്രീ ഹരിദാസൊക്കെ ആഗ്രഹിക്കുന്നത് മാതിരി എത്രയൊക്കെ കെട്ടി എഴുന്നള്ളിച്ചാൽ പോലും എ കെ ആന്റണി വന്ന് ഇവിടെ ഇപ്പോൾ ഒരു കലാപം ആവശ്യപ്പെട്ടാൽ പോലും കലാപം നടക്കുന്ന അവസ്ഥയൊന്നും ഇവിടെ ഇല്ല. ഏതായാലും ഇപ്പോൾ അവസാനം നമുക്ക് ലഭിക്കുന്ന ചില വാർത്തകൾ, ഇപ്പോൾ KPCC വിളിച്ചു കൂട്ടണമെന്ന് മാത്യു കുഴനാടൻ പറയുമ്പോൾ പോലും ആ KPCC വിളിച്ചുകൂട്ടി അതിൽ നിന്ന് ഇപ്പോൾ അഴിമതിക്കാർക്കെതിരെ ഒരു പ്രതിരോധം രൂപപ്പെടുമെന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് വിചാരിക്കാൻ കഴിയില്ല. കാരണം നസ്രയത്തിൽ നിന്ന് ഇപ്പോൾ ആരും നന്മ പ്രതീക്ഷിക്കാത്തത് മാതിരി ആവർത്തിച്ച് മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഈ പിണറായി വിജയൻ പറഞ്ഞതുമാതിരി ഇപ്പോഴിതാ വി എം സുധീരനും അഴിമതിയുടെ ഭാഗമായി തീർന്നിരിക്കുന്നു, ആദർശത്തിൻ്റെ ഭാഗം അല്ലാതായി തീർന്നിരിക്കുന്നു. കോൺഗ്രസുമായി ബന്ധിപ്പിച്ച് ഒരു ആദർശ ഉയിർപ്പ് അസാധ്യമാകുന്നു കേരള രാഷ്ട്രീയത്തിൽ. ഇനി അത് ഒരു കാലഘട്ടത്തിൻ്റെ അസ്തമയമാണ്. യെസ്, അഡ്വക്കേറ്റ് JR പത്മകുമാർ, എപ്പോഴും നാം ഉയർത്തുന്ന പേരുകൾക്കപ്പുറത്തേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ UDF സംവിധാനം, നാം ഫക്രുദ്ദീനും യോജിക്കുന്നുണ്ട്, നമ്മളതിനെ അവഗണിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിനെയോ UDFനെയോ അവഗണിച്ചുകൊണ്ട് ഇനി എത്രയൊക്കെ ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞാലും കേരളത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. JR പത്മകുമാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി ആരാണുള്ളത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി ഒരു പേര്, KM മാണി ഒരു 2, കെ ബാബു, നമ്മളിങ്ങനെ പേരുകൾ പറയാണ് 1, 2, 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഈ മുഖങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ആരായിരുന്നു? രമേശ് ചെന്നിത്തല, VS ശിവകുമാർ, അടൂർ പ്രകാശ്, 400 കോടിയുടെ
അഴിമതിയിൽ ഈ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ വീണ്ടും കേസ് വരാൻ പോകുന്നു CN ബാലകൃഷ്ണൻ. എൻ്റെ ഏറ്റവും ക്വിക്കായിട്ടുള്ള റെഫറൻസിൽ അനൂപ് ജേക്കബ് 8 പേർ, ഇനി അഡീഷൻ ഉണ്ടോ? ഇബ്രാഹിം കുഞ്ഞ് 9. ക്വിക്ക് റെഫറൻസിൽ നാം 9 പേരുടെ പേരുകൾ ഇങ്ങനെ അങ്ങ് പറയുകയാണ്. കേരളത്തിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഈ 9 പേരുകളെ ഏത് കുട്ടിയും കാണാപ്പാടം പറയും. ഈ 9 പേരുടെയും കാര്യങ്ങൾ പറയുന്നത് കോടതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒന്നും രണ്ടുമല്ല കോടികളുടെ അഴിമതിയുടെ കഥകൾ നാം ചർച്ച ചെയ്യുന്നു. കോടതി പറയുന്നു, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഫക്രുദ്ദീൻ ചൂണ്ടിക്കാണിച്ചാണ് ഏറ്റവും വളരെ ശരി. അതായത് പൊളിറ്റിക്കൽ അലിഗേഷൻസിന് അപ്പുറത്തേക്ക് കോടതികൾ ചൂണ്ടിക്കാണിക്കുന്നു, പ്രിമാ ഫേസി ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ സംശയിക്കേണ്ടി വരുന്നു. 9 പേരുകളിൽ ക്വിക്ക് റെഫറൻസ്. ബാക്കി സരിതയും ബിജു രമേശും പറയുന്നുണ്ട്, ഞാൻ ബാക്കി പറയാമെന്ന്. ഇപ്പോൾ നമുക്ക് ഈ 9 പേരുകൾ ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഭരണത്തിൽ വരുമ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ ജനസേവനമാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് ഇത് കേരളത്തിലെ ഖജനാവ് കൊള്ളയടിക്കാനുള്ളൊരു തട്ടിക്കൂട്ട് സംവിധാനം എന്നുള്ളതിൽ അതിന് നമ്മുടെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗതികേട്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ അപമാനമാണ്. ഒരു കേരളത്തിലെ ആസ്ഥാന പട്ടം കിട്ടിയ ഒരു സ്ത്രീ അവരുടെ ഉള്ളം കയ്യിലെടുത്തൊരു ഒരു മുഖ്യമന്ത്രിയും ഒരു ഭരണകൂടത്തെയും അമ്മാനമാടുകയില്ലേ. ഈ നമ്മുടെ ഈ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. ഓരോരുത്തർ ആർക്ക് വേണ്ടിയായി കാല് പിടിക്കുന്നത്? രണ്ട് KPCC ജനറൽ സെക്രട്ടറിമാർ ട്യൂഷൻ എടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ സംരക്ഷകൻ ഇന്നതേ പറയാവൂ, ഇന്നതേ പറയാൻ പാടുള്ളൂ, ഇന്നത് വേണം പറയണം, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടോ, ഫോൺ വിളിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഒന്നും വിളിച്ചിട്ടില്ല, ഒന്നും ബന്ധമില്ല എന്ന് പറയണം. നമുക്കറിയാലോ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹൈ ലെവൽ സംവിധാനമാണ് ഉണ്ടാക്കിയിരുന്നത്. ഡിജിറ്റൽ റിക്കവറി സിസ്റ്റം ഉണ്ട്. ആ ക്യാമറയെ സംബന്ധിച്ചിടത്തോളം അത് ബോധപൂർവം പോലീസിന് ഉപയോഗിച്ചല്ലേ താറുമാറാക്കി. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ കേരളത്തെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടായി മന്ത്രിസഭ അധപ്പതിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട സമയമാണിത്. അപ്പോൾ അതിൽ ഒരു മന്ത്രിയും വിമുക്തനല്ല. എന്നിട്ട് അല്പമെങ്കിലും നന്മ പ്രതീക്ഷിച്ചിരുന്ന നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തിച്ചിരുന്ന സുധീരനെയാണ്. സുധീരൻ്റെ ഇന്നലത്തെ പ്രസ്താവന എന്താ? ബാബുവിനെ തിരിച്ചെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാ. എന്താ സാഹചര്യം മാറിയത്? കഴിഞ്ഞ കോടതി പറഞ്ഞത് എന്താ? കോടതിയിൽ അപ്പീൽ കൊടുത്തപ്പോൾ, വിജിലൻസ് കോടതിക്കെതിരെ അപ്പീൽ കൊടുത്തപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ 10 ദിവസം കൂടി ക്വിക്ക് വെരിഫിക്കേഷൻ സമയം ചോദിച്ചിട്ട് തന്നില്ല, ഏകപക്ഷീയമാണ്. അതുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് എന്താ? 10 ദിവസം എടുത്തോ, 2 മാസത്തേക്ക് ഓപ്പറേഷൻ സ്റ്റേ ചെയ്തു, 10 ദിവസത്തിനകത്ത് നിങ്ങൾ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയിട്ട് വേണോ വേണ്ടെന്ന് തീരുമാനിക്കണം എന്ന് പറയുമ്പോൾ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. സാഹചര്യം മാറിയിട്ടില്ല. ഇപ്പം അന്ന് ഗൗരവമുള്ളതാണ് ബാബുവിനെതിരായിട്ടുള്ള പരാമർശം എന്ന് പറഞ്ഞ സുധീരൻ 2 ദിവസം കഴിഞ്ഞ വാക്കുമാറി. അപ്പൊ ഇതെല്ലാം ഈ അധികാര രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാൻ ആദർശ രാഷ്ട്രീയത്തെ ബലി കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതെന്തിനു വേണ്ടി ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മുൻകാലഘട്ടങ്ങളിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ തലവേദനയായത് കുഞ്ഞാലിക്കുട്ടി വിവാദം പോലെയുള്ള ഘടകകക്ഷികളായിരുന്നു. ഇപ്പം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഗ്രൂപ്പും തന്നെ ആരോപണ വിധേയമാകുന്നു. ഇവിടെ നിങ്ങൾ ഇന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ആരോപണം വന്നപ്പോൾ ബിജു രമേശ് തന്നെ പറയുന്നത് തെളിവില്ല. പക്ഷെ മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ തെളിവുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനമായ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിന് ഇവിടെ സിസ്റ്റമിക് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? വളരെ കാലത്തിന് ശേഷം ഒരു വാട്ടത്തിൽ മെജോറിറ്റി ഉള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഇങ്ങനെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്ത് LDF മറച്ചിടില്ല എന്ന് പറയുമ്പോൾ തന്നെ അധികാര കുതിര കച്ചവടത്തിന് സാധ്യതയുണ്ട്. ഈ സാധ്യത പറഞ്ഞുകൊണ്ട് പലരും കച്ചവടം നടത്താൻ സാധ്യതയുണ്ട്, പല രീതിയിൽ ഫണ്ട് സ്വരൂപിക്കാൻ സാധ്യതയുണ്ട് എന്ന് ആന്റണിയും അതുപോലെ തന്നെ സുധീരൻ ഹൈക്കമാൻഡ് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അത് ശ്രദ്ധിച്ചില്ല. ആ സിസ്റ്റമാറ്റിക് ഫെയിലിയറിന്റെ കൂടി വിലയാണ് ഇവർ കൊടുത്തോണ്ടിരിക്കുന്നത്. ബാധ്യത ഈ നേതാക്കൾക്ക് എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് BRM ഷഫീർ, ഈ പാനലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അഡ്വക്കേറ്റ് BRM ഷഫീറിനെ ഒരു തീവ്രമായ ഒരു കോൺഗ്രസ് അതിനുവേണ്ടി വാദിക്കുന്ന, അതിനപ്പുറത്തേക്ക് ഒരു ജെന്റിൽമാൻ, അദ്ദേഹം ഒരു അഭിഭാഷകനുമാണ്. ആ ജെന്റിൽമാൻഷിപ്പാണ് നമ്മുടെ ഈ പാനലിൽ മൊത്തം. ആരോപണങ്ങൾ വരുമ്പോൾ ഈ ചർച്ചയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് വസ്തുതകൾ എന്താണെന്നുള്ള അഭിപ്രായ സ്വരൂപീകരണം. അഡ്വക്കേറ്റ് BRM ഷഫീർ, ഈ പാനലിസ്റ്റുകളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാമൂഹിക പ്രതിബദ്ധതയുടെ ഇമേജസ് എന്ന് പറയുന്നവരാണ് ഓരോരുത്തരും. TG മോഹൻദാസിനെ എടുത്തു കഴിഞ്ഞാൽ, A സജീവനെ എടുത്തു കഴിഞ്ഞാൽ, അഡ്വക്കേറ്റ് JR പത്മകുമാറിനെ എടുത്തു കഴിഞ്ഞാൽ, ഫക്രുദ്ദീൻ അലിയെ എടുത്തു കഴിഞ്ഞാൽ, അതോടൊപ്പം സുരേന്ദ്ര ബാബുവിനെ എടുത്തു കഴിഞ്ഞാൽ, താങ്കൾ അതിൽ രാഷ്ട്രീയം കാണുമ്പോൾ താങ്കളെയും ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നൊരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഏറ്റെടുക്കുമ്പോഴാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
TG മോഹൻദാസ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പേരുകൾ, ആദർശത്തിന്റെ 2 പേരുകൾ എന്ന് പറയുന്ന ആ പേരുകളുടെ മൗനവും ഫക്രുദ്ദീനും ഭാസുരേന്ദ്ര ബാബുവും സജീവൻ അടക്കമുള്ളവർ കൂട്ടിച്ചേർത്ത ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇപ്പോൾ നാം ചർച്ച ചെയ്തു വെച്ച 9 പേരുകളും വരുമ്പോൾ കോൺഗ്രസിൽ താങ്കളെപ്പോലെയുള്ള യുവാക്കൾ ഒരു പുനരുദ്ധാരണത്തിന് ഏതു തരത്തിലായിരിക്കും ശ്രമിക്കുക? ഷഫീർ, ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൊതുസമൂഹത്തിനിടയിൽ കുറേ ആളുകൾ അത് വിശ്വസിക്കുകയും കുറേ ആളുകൾ അത് സംശയത്തോടു കൂടി കാണുകയും കുറേ ആളുകൾ നിഷേധിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. ഇന്ന് തന്നെ ബിജു രമേശ് ഇന്നൊരു വെളിപ്പെടുത്തൽ നടത്തി. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം KPCCയുടെ പ്രസിഡന്റായിരിക്കുമ്പോൾ നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് 2 കോടി രൂപ കൊടുത്തു എന്നാണ്. അല്ല, അത് VS ശിവകുമാറാണ്. 2 കോടി രൂപ കൊടുത്തു. KPCCയുടെ പ്രസിഡന്റായിരിക്കുന്ന അദ്ദേഹത്തിന് 2 കോടി രൂപ കൊടുക്കുമ്പോൾ ഈ ബാർ ആരോപണങ്ങൾ കേരളത്തിലില്ല, അഥവാ ബാറുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. 2 കോടി രൂപ കൊടുത്തതിന് റെസിപ്റ്റ് വാങ്ങാമായിരുന്നു, വാങ്ങിയിട്ടില്ല. അതിനെ സംബന്ധിച്ച് തെളിവുകളില്ല. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ കാടടച്ച് വെടിവെച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും, അഴിമതിക്കാരെ ഉണ്ടെങ്കിൽ ആ അഴിമതി തുറന്നു കാട്ടുന്നതിന് ഞങ്ങളൊന്നും എതിരൊന്നുമല്ല, പക്ഷേ കേരളത്തിലെ ഒരു മന്ത്രിസഭയിലെ മുഴുവൻ ആളുകളും, പ്രത്യേകിച്ചും കേരളത്തിലെ മുഖ്യമന്ത്രി, അത് കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി, ആരോപണം ഉന്നയിക്കുന്നവർ കഴിഞ്ഞ 2-3 കൊല്ലത്തിൽ ആദ്യം KM മാണി സാറിനെതിരെ ആരോപണം ഉന്നയിച്ചു. അതും കള്ളമാണ്. അല്ല, അങ്ങനെ കള്ളമെന്ന് ഞാൻ പറയട്ടെ. അന്നത് പറയുമ്പോൾ അതേ ആരോപണം ബാബുവിനെതിരെ ആ സമയത്ത് ഉന്നയിക്കാം, അതേ സമയത്ത് തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉന്നയിക്കാം, അതേ സമയത്ത് തന്നെ അല്ല ആർക്കെതിരെ ഉന്നയിക്കാമല്ലോ. പക്ഷെ മറിച്ച് ആദ്യം ഒരാൾക്കെതിരെ ഉന്നയിക്കുന്നു. ഞങ്ങളുടെ സൗകര്യാർത്ഥം ആരോപണം അങ്ങനെയല്ല പറയുന്നേ. അതിനുശേഷം ഇതിനിടയിൽ ആരോപണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആദ്യം ആരോപണം അത് സത്യമാകുമ്പോൾ അഴിമതിയായി ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഇവർക്കെല്ലാം 164 സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നു, നിരവധി പത്രസമ്മേളനങ്ങൾ നടത്തുന്നു, തെളിവുകൾ ഹാജരാക്കാൻ സോളാർ കമ്മീഷൻ ഉൾപ്പെടെ ബാക്കിയുള്ള ഫോറങ്ങളിൽ തെളിവുകൾ ഹാജരാക്കാനുള്ള അവസരം കിട്ടുന്നു. ഇതൊന്നും കൊടുക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ബിജു രമേശ് ഉൾപ്പെടുന്ന ആളുകൾ ആരോപണം ഉന്നയിക്കുന്നു, സരിത ഇന്ന് പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതിനെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആരോപണ വ്യവസായങ്ങളുടെ ഒരു കേന്ദ്രമായി കേരളത്തെ മാറ്റേണ്ടത് ചില ആളുകളുടെ ഉദ്ദേശമാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പിറകിൽ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തെ പഴവങ്ങാടിയിലെ ബിജു രമേശിൻ്റെ ഹോട്ടലിൽ സരിത എസ് നായരെ അവിടെ വിളിച്ചു വരുത്തി അവർ തമ്മിൽ കൂടിയാലോചനകൾ നടത്തി, ഒരു ഗൂഢാലോചന നടത്തി. ഞാനിത് പറയുന്നത് വളരെ വ്യക്തമായ സയൻറ്റിഫിക് എവിഡൻസുകൾ ശേഖരിച്ച് വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. 2, ഈ ആരോപണത്തിന് 2ാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ എലഗൻസ് ഗ്രൂപ്പിൻ്റെ ഉടമയായ ബിനോയിയുടെ ഹോട്ടലിൽ 4 ദിവസക്കാലം സരിത താമസിക്കുന്നു. സരിത ബിനോയിയുമായി സംസാരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സോളാർ ഒരു ഇഷ്യൂ ആണ്, സരിത ബാർ വേറൊരു ഇഷ്യൂ ആണ്. ഈ 2 ഇഷ്യൂവും ഒരിക്കലും യോജിച്ച് പോകാതിരിക്കവേ എലഗൻസ് ഗ്രൂപ്പിന്റെ ബിനോയിയുടെ ഹോട്ടലിൽ സരിത പോകേണ്ട കാര്യം എന്താ? അതിനുശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ എത്ര മണി രാത്രി 10 മണി ഒരു സംവാദമായി എലഗന്റും എല്ലാം അങ്ങ് വിടുക, വേറൊന്നും വേണ്ട. ഈ തമ്പാനൂർ രവിയുടെ ഫോൺ കോളിൽ പറയുന്ന കാര്യങ്ങൾ അത് സരിത ഉണ്ടാക്കിയതാണോ? അത് പറയാൻ അന്വേഷണം വേണ്ടേ? സമൂഹത്തിന് മനസ്സിലാകണ്ടേ? പ്രദീപ് ജി, ഇവിടത്തെ ഒരു ചോദ്യത്തിൽ ഞാൻ ഒളിച്ചോടുകയില്ല. ഞാൻ എല്ലാത്തിനും മറുപടി അവസരം തരണം. അപ്പൊ എലഗൻസ് ഗ്രൂപ്പിന്റെ അവിടെ നിന്ന് കൊണ്ട് സംസാരിക്കുമ്പോൾ എലഗൻസ് ബിനോയിക്ക് സോളാറുമായിട്ട് എന്ത് ബന്ധം? അത് അല്ലെങ്കിൽ സരിതയുടെ പരാതി കേൾക്കാൻ ബിനോയ് ആരാ? അയാൾ എന്ത് ചെയ്ത്? സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നു അവർ സംസാരിക്കുന്നു. എന്നിട്ട് സോളാർ കമ്മീഷനിലേക്ക് ആരോപണവുമായിട്ട് സരിത വരുമ്പോൾ എലഗൻസ് ഗ്രൂപ്പിന്റെ ബിനോയിയുടെ അംഗരക്ഷകരായ 2 ക്രിമിനലുകൾ ഇവരെ അനുഗമിക്കുന്നു. ഇന്ന് ഇറങ്ങിയ സോളാർ കമ്മീഷൻ വരുമ്പോഴും ഈ 2 ചെറുപ്പക്കാർ പുറകിലുണ്ട്, നിരവധി കേസുകളിലെ പ്രതികളാണ്. അവർ വരുന്നു. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വേറൊരു സംഗതി ഇടപെട്ടുകളായിരുന്നു. അപ്പോൾ ബിജു രമേശിൻ്റെ അവിടെ ഗൂഢാലോചന നടക്കുന്നു, എലഗൻസിൻ്റെ അവിടെ ഗൂഢാലോചന നടക്കുന്നു. സരിത വന്ന് സോളാർ കേസിൽ മൊഴി കൊടുക്കുന്നു. സരിത മൊഴി കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം 2 ദിവസം മുമ്പ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കാനം രാജേന്ദ്രൻ പറയുന്നു, ഞങ്ങൾ വന്നാൽ മദ്യനയം മാറ്റുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടും. മദ്യനയം മാറ്റുന്നത് കൊണ്ട് എല്ലാ വിഷയങ്ങളും അതാണ് സരിതയും പറയുന്നത്. അതിനുശേഷം സഖാവ് പിണറായി വിജയൻ ഇന്നലെ ജാഥയിലുടനീളം പറഞ്ഞു, ഓരോ ഗവൺമെന്റ് വരുമ്പോഴും അതാത് ഗവൺമെന്റുകൾക്ക് എന്നാണ് ഉമ്മൻചാണ്ടിയും പറഞ്ഞത്. അതാത് ഗവൺമെന്റുകൾക്ക് എന്നാണ് ഉമ്മൻചാണ്ടി ഇത് പറഞ്ഞത് പിണറായി വിജയൻ അല്ല ഷഫീർ. ഞാനിപ്പോൾ പീപ്പിൾ ടിവിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ആരെയും ന്യായീകരിക്കേണ്ടത്, പക്ഷെ ചില വസ്തുതകളുണ്ട്. അത് പിണറായി വിജയൻ പറഞ്ഞതല്ല. AK ആന്റണി പറയുന്നു, ഉമ്മൻചാണ്ടി പറയുന്നു, VM സുധീരൻ പറയുന്നു. ഏത് കൊച്ചു കുട്ടിക്ക് പോലും അറിയാമല്ലോ സംസ്ഥാന
സംസ്ഥാനത്തിന്റെ മദ്യനയം എന്ന് പറഞ്ഞത് ഇയർ ടു ഇയർ റിന്യൂവൽ ആണെന്നുള്ളത്. അതാണ് നമ്മുടെ നയമെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പറയാം. സുപ്രീം കോടതി അംഗീകരിച്ച മദ്യനയം ഞങ്ങൾ വന്നാൽ തുറക്കുകയില്ല എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ ഷഫീർ, എനിക്ക് നിസ്സാരമായി ഒരു ചോദ്യം താങ്കളോട് ചോദിക്കാനുള്ളത്. സുപ്രീം കോടതി പറഞ്ഞ മദ്യനയം മാറ്റാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം. എന്താണ് സുപ്രീം കോടതി മദ്യനയത്തിൽ പറഞ്ഞത്? സംസ്ഥാന സർക്കാർക്ക് തീരുമാനിക്കാം തന്നെയാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം. എപ്പോഴെപ്പോൾ തീരുമാനിക്കാം? 5 വർഷം കൂടുമ്പോൾ തീരുമാനിക്കാം. 5 വർഷം. അവിടെയാണത് കള്ളം. അവിടെയാണ് താങ്കൾ വസ്തുത മനസ്സിലാക്കാത്തതും. ഓരോ വർഷവും ബാർ നയമുണ്ട്. ഓരോ വർഷവും മദ്യനയം പുതുക്കാം. പക്ഷേ നമ്മളെല്ലാം വസ്തുതകൾ പ്രകടന പത്രിക ഇറക്കാം. 5 കൊല്ലത്തെ പ്രകടന പത്രിക അനുസരിച്ചല്ലോ 5 കൊല്ലത്തെ പ്രകടന പത്രിക അനുസരിച്ചല്ലോ ഷഫീർ സംസ്ഥാനത്തിന്റെ നയരൂപീകരണം നടക്കുന്നത്. സുപ്രീം കോടതി ആ ജഡ്ജ്മെന്റ് ഇട്ടുകൊണ്ട് കൃത്യമായി പറഞ്ഞു, പോളിസി ഓഫ് ദി ഗവൺമെന്റ് ദാറ്റ് ഷാൽ ടേക്കൺ ബൈ ദി ഗവൺമെന്റ്, no interference of court is not necessary in these circumstances. അതെന്താണ്? അപ്പോൾ സർക്കാരാണ് ഇത് സുപ്രീം കോടതി പറഞ്ഞതാണ്. സാധ്യത ഉപയോഗിക്കുമ്പോൾ ഇത് പറയുമ്പോൾ മദ്യനയം മാറ്റാൻ ഒരു വാചകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തുറക്കാമെന്ന സാധ്യതയിലേക്കാണ്. അത് ആര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞോ? മദ്യനയമാണ് നിങ്ങൾക്കുള്ളത്. എന്ത് മദ്യനയമായിരുന്നു ഇത് പറയുന്നത്? ഇപ്പൊ സരിത പറയും പോലെ ഇത് ഇപ്പൊ ഒരു ലൈംഗിക പ്രശ്നമായിട്ട് മാറ്റിക്കൊണ്ടുപോയിട്ട് യഥാർത്ഥ വസ്തുത വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതിന്റെ അതുപോലെ ഈ മദ്യമായിട്ട് ഇതിൽ സരിത ഞാൻ ചോട്ടെ ഷഫീർ ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, സരിത ആരോട് സംസാരിക്കണം, എവിടെ പോകണം, ആരനുഗമിക്കണമെന്ന് അതിന് വരുമ്പോഴാൻ ഇവർക്ക് എന്താ കാര്യം? അവർക്ക് ഇഷ്ടമുള്ള കോൺഗ്രസ്സുകാരുടെ മാത്രമേ അവർക്ക് സംസാരിക്കാവോ പോവുള്ളൂ. അല്ല, ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ കൈരളി മുമ്പ് പുറത്തുവിട്ടൊരു സംഭവമുണ്ട്. മണലൂർ MLA മാധവൻ സരിതയുടെ ഒരു ഡ്രൈവർ പ്രതിയായി ജയിലിൽ കിടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായം, മാധവനെ കാണൂ നേരിട്ട് ഫോണിൽ പറയുന്നത് ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ്. അത് കള്ളമായിരുന്നോ? സാധാരണ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ സരിതയുടെ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ തന്നെ വേണ്ട, പ്രവീണിന്റെ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്യണ്ടേ? എന്നിട്ട് മാധവനെ കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്നൊരു ന്യൂസ് ഇത് വന്നു. ഈ രണ്ട് ബെന്നി ബെഹനാനെ കുറിച്ചും ഈ നമ്മുടെ തമ്പാനൂർ രവിയെ കുറിച്ചും വാർത്ത വന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ സരിത ഇവരോട് ചോദിക്കുന്നത് എന്താ? ഞാൻ എന്ത് വേണം, ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്? വലിയൊരു കാര്യമുണ്ട്. ഈ പറയുന്ന മദ്യ നിരോധനം, ഇവർ ഈ ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടി സുധീരനെ വെട്ടാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന മദ്യ നിരോധനത്തിന്റെ പ്രശ്നം എന്താണ്? ഇവർ വന്നതിന് ശേഷം 1 ലക്ഷം കോടി രൂപ സാമ്പത്തികമായ ബാധ്യത സംസ്ഥാനത്ത് അധികം വന്നതിന്റെ കൂടെ ഈ പറയുന്ന മദ്യത്തിൽ നിന്നും കിട്ടുന്ന വരുമാനം കൂടി ഇല്ലാതായാൽ നാളെ എങ്ങനെ ശമ്പളം കൊടുക്കപ്പെടുത്ത പോലീസുകാരന്? ഇവർക്ക് ഇവരുടെ ഗവൺമെന്റിന്റെയും ഇവരുടെ പാർട്ടിയുടെ ഇവരുടെ വ്യക്തികളുടെ കാര്യമുള്ളൂ. ഇവിടെ ഈ സംസ്ഥാന ജനങ്ങൾ എങ്ങനെ ജീവിക്കും? അതാണ് നോക്കേണ്ടത്. ആ ചോദ്യം വരുമ്പോൾ പീപ്പിൾ ടി വി ചർച്ച നടത്തുമ്പോൾ, പീപ്പിൾ ടി വിയിൽ ഗസ്റ്റുകളായി വിളിക്കുമ്പോൾ പിണറായി വിജയൻ മദ്യനയത്തെ കുറിച്ച് പറയാൻ പിണറായി വിജയൻ എന്തുകൊണ്ട് പറയുന്നില്ല? ഷഫീർ, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു അഭിഭാഷകനായ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. മദ്യനയം വളരെ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. താങ്കൾ എനിക്ക് പിണറായി വിജയനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. പിണറായി വിജയന്റെ നാളത്തെ LDF സർക്കാരിന്റെ നയത്തെ ഇന്നേ പ്രസ്താവിക്കേണ്ട കാര്യവുമില്ല. മദ്യനയം സംബന്ധിച്ച് സുപ്രീം കോടതി ഉത്തരവ് പറഞ്ഞത് സംസ്ഥാനത്തിന്റെ മദ്യനയം അതതു സർക്കാരുകൾക്ക് സ്വീകരിക്കാം, കോടതി ഇന്റർവെൻഷൻ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അങ്ങനെ മദ്യനയം സ്വീകരിക്കാൻ 5 വർഷത്തിൽ ഒരിക്കലാണ് എന്ന് പഠിപ്പിച്ചത്, ഷഫീറിനെ പഠിപ്പിച്ചത് ഏത് രാഷ്ട്രീയം? ഞാൻ പറയട്ടെ, കേരളത്തിലെ മദ്യനയം തീരുമാനിക്കും, ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ മദ്യനയം തീരുമാനിക്കാൻ അതാത് സംസ്ഥാനത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ എനിക്കുള്ള ചോദ്യം, മദ്യനയത്തെ കുറിച്ച് ഏത് നയവുമാകട്ടെ, ഈ സോളാർ അതും ഒരു പോളിസി മേക്കിംഗ് ആയിരുന്നു. സോളാർ നയം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നയം രൂപീകരിക്കണം. ആർക്ക് വേണ്ടി? ടീം സോളാറിന് വേണ്ടി, സരിതയ്ക്ക് വേണ്ടിയും ബിജു രാധാകൃഷ്ണന് വേണ്ടിയും ചാണ്ടി ഉമ്മൻ നടത്തുന്ന ബിസിനസ് മാനിഫെസ്റ്റോയ്ക്കും വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ പോളിസി രൂപീകരിക്കണമെന്ന ആവശ്യമായിരുന്നു സോളാറിൽ സരിതയുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് ദില്ലിയിലെത്തി 2 കോടി നൽകിയത്, ഇവിടെ എത്തി നൽകിയത്. ബിജു രമേശ് പറയുന്നതും അതാണ്, ഞങ്ങൾക്ക് അനുകൂലമായി പോളിസി ഡിസിഷൻ ഉണ്ടാക്കൂ. എന്റെ ചോദ്യം ഇതാണ്, ഒരു സർക്കാർ നടത്തുന്ന ഒരു പോളിസി മേക്കിംഗ്
തെറ്റാണെന്ന് കണ്ടാൽ അത് തിരുത്താൻ നാളെ വരുന്ന ഏത് സർക്കാരാകട്ടെ, ചിലപ്പോൾ BJP സർക്കാർ അധികാരത്തിൽ വരും, തെറ്റുണ്ടോ ഭാസുരേന്ദ്ര ബാബു? അല്ല, അതിനകത്ത് ആ സർക്കാരിൻ്റെ സമീപനമാണ്, Yes. ഒരു സർക്കാരിൻ്റെ പോളിസിയാണത്. അതാണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചത് മാതിരി സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചത് ഞങ്ങൾ ഇടപെടില്ല. പക്ഷേ സർക്കാർ അത് ഉത്തമ താല്പര്യത്തെ മുൻനിർത്തിയാണോ ചെയ്തത്? അതാണല്ലോ പ്രധാനം. ഇവിടുത്തെ പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാറുമായി ബന്ധിപ്പിച്ച അതിന് ഉത്തമ താല്പര്യത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണ്ട. അല്ലാതെ തന്നെ VM സുധീരന്റെ രാഷ്ട്രീയ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ബാറൊക്കെ എന്നേ തുറക്കുമായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യം ഷഫീറിന് മാത്രം മനസ്സിലാകുന്നില്ല എങ്കിൽ ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് TG മോഹൻദാസിലേക്കും അതോടൊപ്പം A സജീവനിലേക്കും എത്തുമ്പോൾ തൃശൂർ വിജിലൻസ് കോടതി FIR രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞതും FIR രജിസ്റ്റർ ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ ആ കോടതിയുടെ ചില നടപടികളെയും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. TGയിലേക്കും A സജീവനിലേക്കും വരാം. ഇന്നും തെളിവുകൾ പുറത്തു വരുന്നു. അത് സോളാർ കമ്മീഷന് മുന്നിലാണ് തെളിവുകൾ ഹാജരാക്കപ്പെടുന്നത്. നാളെ അതിന്റെ നിയമപരമായ വശങ്ങൾ അവിടെ നിൽക്കട്ടെ. ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷൻ, ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിന്റെ എവിഡൻസ് അടക്കമുള്ളവ ക്രോഡീകരിക്കപ്പെടുക അടക്കമുള്ള കാര്യങ്ങൾ വരും. അപ്പോഴും അന്വേഷണ സംവിധാനത്തെ ഭയപ്പെടുന്നതിന്റെ സൂചകമായി ഹൈക്കോടതിയിലേക്ക് പറന്നു നടന്ന റിവിഷൻ ഹർജികളെ കാണേണ്ടതുണ്ടോ A സജീവൻ? തീർച്ചയായിട്ടും ഈ അന്വേഷണങ്ങളൊക്കെ പേടിച്ചുകൊണ്ടാണല്ലോ ഈ ഓട്ടം വരുന്നത്. ഇപ്പോൾ നേരത്തെ വിജിലൻസ് ജഡ്ജ് ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിനെതിരെ ഭീകരമായ രൂപത്തിലേക്ക് പ്രതികരിച്ചു. പക്ഷെ ഇന്ന് നമ്മൾ കണ്ട എന്താണ്? ഇതേ വാസന തന്നെ ഹൈക്കോടതിയുടെ സീനിയർ ജഡ്ജിമാർ ഇടപെട്ടിട്ട് തിരിച്ച് അദ്ദേഹത്തെ അതേ സീറ്റിലിരുത്താൻ തയ്യാറാവുകയാണ്. കാരണം അദ്ദേഹം വളരെ ജുഡീഷ്യസ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഓഫീസറാണ് എന്ന്, ജുഡീഷ്യൽ ഓഫീസറാണെന്ന് വ്യക്തമാക്കുന്ന കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോടതി മുമ്പാകെ കുറേ കാര്യങ്ങളുണ്ട്, ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ കുറേ കാര്യങ്ങളുണ്ട്, അതിന് പുറത്ത് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ കുറേ വെളിപ്പെടുത്തലുകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രശ്നമുണ്ടാകും. തീർച്ചയായിട്ടും ഇതിനെ സംരക്ഷിക്കാൻ അവരുടെ പാർട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു, അവരുടെ പാർട്ടികൾ ഈ നേതാക്കന്മാരെയൊക്കെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ പാർട്ടിയെ സംരക്ഷിക്കുക, മുന്നണിയെ സംരക്ഷിക്കുക എന്നൊരാവശ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് തൽക്കാലം തള്ളിപ്പറയാത്തത്. പക്ഷേ അതേ സമയത്ത് ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. രാഷ്ട്രീയത്തിൻ്റെ അന്ത്യത്തിൻ്റെ ഒരു അവസാനത്തെ ആണിയടിക്കുക എന്ന് പറയില്ലേ, അതേപോലെ അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം വരുന്ന തെളിവുകൾ നിങ്ങൾക്ക് എത്രമാത്രം അത് മാനിപ്പുലേഷൻ നടത്തിയിട്ടുള്ളതാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ തെളിവാണ് എന്ന് നാട്ടുകാർ കാണുകയാണ്. അപ്പോൾ പേടിയുണ്ട്. അതുകൊണ്ട് കോടതികളുടെ പിന്നാലെ പോയിട്ടും കാര്യമില്ല. ഇതിനപ്പുറത്ത് പോയാൽ എത്ര ദിവസം കോടതിക്ക് ആകെ 2 മാസത്തെ ഒരു അവധി കോടതി വെച്ചില്ല. പക്ഷേ അപ്പോഴും ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ വെളിപ്പെടുത്തലുകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സരിത ഇതുവരെ കമ്മീഷന് മുമ്പാകെ വരില്ല, പലതും വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞ സരിതയാണ് ഇപ്പോൾ 1, 2, 3 ദിവസമല്ല, എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാം എന്ന രീതിയിലാണ് പറയുന്നത്. പുതിയ വെളിപ്പെടുത്തൽ. ഇനി നാളെ എന്താണ് സരിത പറയുക എന്നുള്ള കാര്യത്തിൽ പല ആളുകൾക്കും അത്ഭുതമാണ്. അവരതിനോടൊപ്പം തന്നെ ഈ പുതിയ CD കൊടുക്കും. മാത്രമല്ല ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് വെച്ചിട്ടുള്ളത് മലയാളി ശ്രീധരൻ നായരും സരിതയും മുഖ്യമന്ത്രിയും ചേർന്ന് ഉള്ള സംഭാഷണവും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്നാണ് അവർ സൂചന നൽകി കഴിഞ്ഞു. നേരത്തെ ഒരു അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഈ കമ്മീഷന് മുമ്പാകെ ഒരു റിപ്പോർട്ടിന് വേണ്ടി ഞാൻ പുറത്തെടുക്കില്ല, എനിക്ക് വേണ്ട നടപടികളാണ്, ഒരു അന്വേഷണ ഏജൻസി വരട്ടെ, അവരുടെ മുമ്പാകെ ഞാൻ ഇത് വെളിപ്പെടുത്തുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരേണ്ടതാണ്, വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളൊക്കെ തന്നെ അറിയാതെ സരിതയുടെ വേറൊരു വിലപേശലിന്റെ ഭാഗമാക്കുകയാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളെ ഈ ഒരു ചർച്ചയിൽ ഇങ്ങനെ സരിതയുടെ കയ്യിലെ ഒരു കളിപ്പാട്ടം നമ്മളെ പോലും മാറ്റുന്നത് ഈ മുഖ്യമന്ത്രിയാണ്, ഈ ഗവൺമെന്റ് ആണ്. ഈ ദുര്യോഗത്തിലേക്ക് നമ്മളെ കേരളത്തെയും കൊണ്ടുവന്ന് എത്തിച്ചു. ഇതാണ് ശാപം, ഇതാണ് പാപം. TG മോഹൻദാസ്, ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ ചില ഇടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പ്രബുദ്ധ കേരളത്തിന്റെ മേൽ ഒരു ശാപമായി നിലനിൽക്കുമ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജാണ്. ജഡ്ജിന്റെ ചില നിലപാടുകൾ, ഈ ശാപം എന്ന വാക്ക് പറയുമ്പോൾ ഒരു ഉത്തരവിടുന്നു, അതിനുശേഷം അത് ഹൈക്കോടതിയിലേക്ക് എത്തുന്നു, പരാമർശം വരുന്നു, അവിടേക്ക് ശവമഞ്ചം പ്രതിഷേധം വരുന്നു, അദ്ദേഹം സ്വയം വിരമിക്കലിലേക്ക് മാറുന്നു, ഇന്ന് അത് മാറ്റുന്നു. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന്റെ ഏറ്റവും ആ ജഡ്ജ്മെന്റിന്റെ കാര്യമാണ് പ്രസക്തം. ഹൈക്കോടതി പറയുന്നു
ഒരു പോസ്റ്റ് ഓഫീസ് ആകരുത്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് താങ്കളുടെ മേൽ സൂചിപ്പിക്കാനുള്ളത്. ഒരു പോസ്റ്റ് ഓഫീസ് ആകരുത് കീഴ്ക്കോടതി. അതോടൊപ്പം തന്നെ ആ കീഴ്ക്കോടതിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ, ലളിതകുമാരി കേസാണ് എപ്പോഴും നാം ഇതിനെ അടിസ്ഥാനമാക്കി പറയുന്നത്, ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യണം. PD ജോസഫ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ഈ ഹർജിക്കാരൻ. PD ജോസഫ്. അദ്ദേഹത്തിന് ഒരു ആരോപണവുമായി കൺസേൺഡ് വിജിലൻസ് ഫോറത്തിൽ എത്തുമ്പോൾ വിശ്വാസമില്ല, ആ വിജിലൻസ് ഫോറം നേരിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല. തൃശൂർ വിജിലൻസ് കോടതിയിലേക്ക് പോകുന്നു. ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയായ വിജിലൻസ്, അതിൻ്റെ മോണിറ്ററിംഗ് ആയിട്ടുള്ള വിജിലൻസ് കോടതി, വിജിലൻസിന്റെ ചുമതലപ്പെടുത്തിയിട്ടുള്ളപ്പോൾ ആ ജഡ്ജ് എഴുതുകയാണ്, ഐ ബിയർ ഇൻ മൈൻഡ് that the act of 14, article 14 of the constitution, that a village man or the chief minister, their law is equal to all public servant. ഈ രണ്ടു കാര്യങ്ങൾ. ഒപ്പം അദ്ദേഹം പറയുന്നു, the investigative forum or liability to collect the evidence, അത് വിജിലൻസ് അന്വേഷണ സംഘത്തിനാണ്. ഞാൻ ഈ കേസ് അങ്ങോട്ട് റെഫർ ചെയ്യുന്നു. ഹൈക്കോടതി ഇതിനെ എത്രയൊക്കെ വിമർശിച്ചാലും ഈ ഒരു സാധാരണക്കാരൻ ഇത്തരം കേസുകളിൽ ജുഡീഷ്യറിയാണ് അതിൻ്റെ വിശ്വാസയോഗ്യമായ സ്ഥലമെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അതിന് 2 മാസത്തെ ഒരു സ്റ്റേ, അപ്പലേറ്റ് കോടതിയുടെ വിധിയെ അംഗീകരിക്കണം, അത് ബഹുമാനിക്കണം എന്ന ഭരണഘടനാ മാനദണ്ഡത്തെ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഒരു ചർച്ചയിൽ അതിൻ്റെ സാങ്കത്യവും നമ്മൾ പരിശോധിക്കും. ഈ 2 മാസത്തെ സ്റ്റേ എവിടെയാണ് ഈ സത്യം തെളിയാൻ പോകുന്നത്? ആരാണ് ഈ തെളിവുകൾ ശേഖരിക്കുക? TG മോഹൻദാസ്. പ്രദീപ്, ഇതിലെ നിയമത്തിൻ്റെ ഒരു ഊരാക്കുടുക്ക് ഇതിലുണ്ട്, അത് സമ്മതിച്ചേ മതിയാകൂ. ഈ കേസിൽ വിജിലൻസ് ജഡ്ജി വാസനും ശരിയാണ്, ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഉബൈദും ശരിയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. മലയാളിയായ സുപ്രീം കോടതി ജസ്റ്റിസ്, അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തു, KS രാധാകൃഷ്ണൻ, അദ്ദേഹം 2013 ഒക്ടോബർ 1 പുറപ്പെടുവിച്ച സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ്മെൻറ്റാണ് ഒരു വലിയ കണ്ഠകോടാലിയായിട്ട് ഇപ്പോൾ എല്ലാവരുടെയും തലയിൽ നിൽക്കുന്നത്. ജഡ്ജിമാരൊക്കെ വിഷമിച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? സാധാരണഗതിയിൽ 2 രീതിയിലാണ് നമ്മൾ ഈ കോഗ്നൈസബിൾ ഒഫൻസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ഒരു പൗരൻ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി കൊടുക്കുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതന്വേഷിച്ച് നടപടിയെടുക്കണം. പോലീസുകാരൻ നടപടി എടുത്തില്ല എന്ന് വെച്ചോ, അടുത്ത സ്റ്റെപ്പ് എന്താ? ജില്ലാ സൂപ്രണ്ടിന് പോകണം. അദ്ദേഹം നടപടി എടുത്തില്ല, പിന്നെ എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകണം. എന്നാൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഈ 2 പേരുടെ അടുത്ത് പോകാതെ തന്നെ നേരിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകാനും വകുപ്പുണ്ട്. അതാണ് 156(3). ഈ 156(3) വെച്ചിട്ടാണ് PD ജോസഫ് വിജിലൻസ് കോടതിയിൽ പോകുന്നത്. വിജിലൻസ് കോടതി സാധാരണഗതിയിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് പ്രഥമ ദൃഷ്ടിയ ഒരു കേസുണ്ടെന്ന് തോന്നിയാൽ പോലീസിന് അത് റെഫർ ചെയ്യാം. അവിടെ ചുമ്മാ റെഫർ ചെയ്താൽ മതി. അതിൽ ഈ ആർട്ടിക്കിൾ 14 കയറ്റിക്കൊണ്ട് വന്നപ്പോഴാണ് ഹൈക്കോടതിക്ക് അത് ഇഷ്ടപ്പെടാതിരുന്നത്. അതിനൊന്നും അവിടെ പ്രസക്തിയില്ല. മുഖ്യമന്ത്രിയും വില്ലേജ് മാനും ഒരുപോലെയാണെന്നൊന്നും അതൊന്നും വിജിലൻസ് കോടതിയുടെ മുമ്പിലുള്ള പ്രശ്നമല്ലല്ലോ. ഇത് അന്വേഷിക്കണോ വേണ്ടേ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ ഓവർകിൽ അവിടെ നടത്തി. ഗാന്ധി വമ്പോയ അർജുനാണോ എന്നൊക്കെ വേറൊരു കേസിൽ ചോദിച്ചില്ലേ? അതൊന്നും അത്തരം പരാമർശങ്ങൾ പാടില്ലായിരുന്നു ലോവർ കോർട്ടിൽ. ഹൈക്കോടതി പോലും വളരെ സൂക്ഷിച്ചാണ് അതൊക്കെ ചെയ്യാറുള്ളത്. ശരി, ഇരിക്കട്ടെ. അദ്ദേഹം ഇത് FIR ഇട്ട് പരിശോധിക്കാനായിട്ട് പോലീസിന് കൊടുത്തു. ഇത് കൊടുക്കരുത് എന്നാണ് KS രാധാകൃഷ്ണൻ്റെ വിധി. KS രാധാകൃഷ്ണൻ പറയുന്നത് പ്രോസിക്യൂഷൻ സാങ്ഷൻ ഉണ്ടല്ലോ, സെക്ഷൻ 197 വെച്ചുള്ള സാങ്ഷൻ, അതിൻ്റെ പ്രൊട്ടക്ഷൻ പൊതുപ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് പൊതുപ്രവർത്തകരുടെ കേസ് വന്നു കഴിഞ്ഞാൽ, അഴിമതി കേസാണെങ്കിലും മറ്റെന്ത് കേസാണെങ്കിലും, ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ വാങ്ങിച്ചിട്ട് വേണം പോലീസിന് വിടാൻ. ഇത് കഴിഞ്ഞ 2013 ഒക്ടോബർ മുതൽ ഞങ്ങളെപ്പോലുള്ളവർ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇതിൻ്റെ പിന്നാലെ. കാരണം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരൊറ്റ അന്വേഷണം ഈ നാട്ടിൽ സാധ്യമല്ല. ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ എന്തുകൊണ്ടാണ്? അത്ഭുതകരമായ ഒരു വിധിയാണത്. ഇന്ന് വരെ അദ്ദേഹം അതിനെപ്പറ്റി വാ തുറന്നിട്ടില്ല, റിട്ടയർ ചെയ്തതിന് ശേഷം പോലും. പക്ഷേ സിമിലർ കേസ് കെമാൽ പാഷയുടെ ബെഞ്ചിൽ കഴിഞ്ഞ ഒരു അടിയന്തരമായി ഈ സമയത്ത് ഒരു ഇടവേള പോകേണ്ടതുണ്ടെന്നാണ് താങ്കളിലേക്ക് എത്തുന്നു.